സംസ്ഥാനത്ത് കാലവർഷമെത്തിയതോടെ മഴ കനക്കുമെന്ന മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിൽ ഞായറാഴ്ച ഓറഞ്ചും തിങ്കളാഴ്ച റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു. ഖനന പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു. ജാഗ്രത പാലിക്കണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ജില്ലയിൽ ശക്തമായ കാറ്റിലും മഴയിലും വിവിധയിടങ്ങളിൽ വ്യാപക നാശം. കൊടുങ്ങല്ലൂർ കാഞ്ഞിരപ്പുഴയിൽ വള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു. ഒരാളെ കാണാതായി. കുന്നംകുളം അടുക്കൂട്ടി ഉരുളിക്കുന്നിൽ മണ്ണിടിഞ്ഞു. 15ഓളം വീടുകൾ അപകട ഭീതിയിൽ. തൃശൂർ കോർപ്പറേഷൻ സെക്രട്ടറിയെ UDF കൌൺസിലർമാർ ഉപരോധിച്ചു. കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ മേൽക്കൂര റോഡിൽ പതിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ അന്വേഷിക്കുമെന്ന് മേയർ. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന് സെക്രട്ടറി. ജില്ലയിലെ ദേശീയപാതകളിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. ദേശീയപാതയിലെ നിർമ്മാണ പ്രവൃത്തികളും കുഴികളും ഗതാഗതക്കുരുക്കിനിടയാക്കുന്നു. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. പടരുന്നത് കൊറോണ വൈറസിന്റെ ജനിതകമാറ്റം വന്ന വകഭേദം. പണ്ഡിറ്റ് കറുപ്പനോട് സാഹിത്യ അക്കാദമിക്ക് അവഗണനയെന്ന ആരോപണം. ജന്മവാർഷിക ദിനാചരണം റോഡരികിൽ നടത്തി പ്രതിഷേധിച്ചു. തൃക്കൂർ കോനിക്കരയിൽ മദ്യം വാങ്ങി നൽകിയതിന്റെ പണം ആവശ്യപ്പെട്ടതിന്റെ വൈരാഗ്യത്തിൽ റോഡിലേക്ക് തള്ളിയിട്ടതിനെ തുടർന്ന് പരിക്കേറ്റയാൾ മരിച്ചു. കോനിക്കര സ്വദേശി ജോസാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് സുഹൃത്തിനെതിരെ കൊലപാതക കുറ്റത്തിന് കേസെടുത്തു. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്ത് കാലവർഷമെത്തിയതോടെ മഴ കനക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 2009 മെയ് 23 ശേഷം ഇത്രയും നേരത്തെ കാലവർഷം എത്തുന്നത് ആദ്യമാണ്. തൃശൂർ ജില്ലയിൽ ഞായറാഴ്ച ഓറഞ്ച് അലർട്ടും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിങ്കളാഴ്ച റെഡ് അലർട്ടുമാണ്. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ യെല്ലോ അലർട്ടാണ്. ജില്ലയിലെ ഖനന പ്രവർത്തനങ്ങൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവെച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. മലയോര മേഖലയിലുള്ള വിനോദസഞ്ചാരം ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. 3 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. ജില്ലാ താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കും. ജനങ്ങളിൽ അനാവശ്യ ഭീതി പടർത്തുന്ന തരത്തിൽ മുൻവർഷങ്ങളിലെ വെള്ളപ്പൊക്കങ്ങളുടെയും മറ്റും ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ ജില്ലയിൽ 320 ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. ജില്ലയിൽ കാലവർഷം കനക്കുന്നു. ശക്തമായ കാറ്റിലും മഴയിലും വിവിധയിടങ്ങളിൽ വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി. ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് തോട്ടുപാലത്ത് വീട് തകർന്നു. ആലത്തൂർ മനപ്പറമ്പിൽ കൃഷ്ണൻകുട്ടിയുടെ ഓടുമേഞ്ഞ വീടാണ് പൂർണ്ണമായും തകർന്നത്. വീടിനുള്ളിൽ കൃഷ്ണൻകുട്ടിയും ഭാര്യ രത്നവും മകൻ മനോജും ഉണ്ടായിരുന്നു. നാട്ടുകാരെത്തിയാണ് നിസാര പരിക്കേറ്റവരെ തകർന്ന വീടിനുള്ളിൽ നിന്ന് പുറത്തെത്തിച്ചത്. തിരുവല്ലോമലയിൽ ശക്തമായ കാറ്റിൽ റോഡിലേക്ക് വൈദ്യുതി പോസ്റ്റുകൾ വീണു. തിരുവല്ലോമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പിൻവശത്തുള്ള റോഡിലാണ് സംഭവം. KECB ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചു. ശക്തമായ കാറ്റിൽ കുന്നംകുളം അരിമാർക്കറ്റിലെ ഷീറ്റുകൾ മേഞ്ഞ മേൽക്കൂര തകർന്നു വീണു. കുന്നംകുളം വലിയങ്ങാടിയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സെന്റ് ലാസറസ് പഴയ പള്ളിയുടെ മേൽക്കൂരയിലെ ഓടുകൾ തകർന്നു വീണു. സംഭവ സമയത്ത് പള്ളിക്കുള്ളിൽ മറ്റാരുമില്ലാതിരുന്നതിനാൽ അപകടമൊഴിവായി. പള്ളി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ മേൽക്കൂരയിലെ ഓടുകൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. വെള്ളിക്കുളങ്ങര ചൊക്കനയിൽ ശക്തമായ കാറ്റിലും മഴയിലും മരമൊടിഞ്ഞു വീണ് വൈദ്യുതി വിതരണം താറുമാറായി. റോഡരികിൽ നിന്നിരുന്ന വലിയ വാഗമരമാണ് 11 kV വൈദ്യുതി ലൈനിന് മുകളിലേക്ക് വീണത്. ഇതേ തുടർന്ന് വൈദ്യുതി പോസ്റ്റ് ഒടിയുകയും കമ്പികൾ പൊട്ടുകയും ചെയ്തു. KECB അധികൃതർ സ്ഥലത്തെത്തി വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചു. ശക്തമായ കാറ്റിൽ മാള പുത്തൻചിറ ജോയിയുടെ വീട്ടുപറമ്പിലെ ജാതിമരവും വലിയ കുടംപുളി മരവും കടപുഴകി വീണു. വാഴപ്പള്ളി രാജേഷിന്റെ വീട്ടിലെ 2 തേക്ക് മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. പുത്തൂർ കൊളാങ്കുണ്ട് റബ്ബർ മരങ്ങൾ ഒടിഞ്ഞു വീണു. 4 വൈദ്യുതി തൂണുകൾ തകർന്നു. പ്രദേശത്ത് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. KECB പട്ടിക്കാട് സെക്ഷൻ ജീവനക്കാർ സ്ഥലത്തെത്തി വിതരണം പുനഃസ്ഥാപിച്ചു. എടവിലങ്ങ് കാര ശ്രീകൃഷ്ണമാരുതി ക്ഷേത്രത്തിന് സമീപം മരം വീണ് കാർ തകർന്നു. വാലത്തറ വിനയന്റെ കാറാണ് തകർന്നത്. ശക്തമായ മഴയിൽ ഇലഞ്ഞിമരം ഒടിഞ്ഞു വീഴുകയായിരുന്നു. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ മരം മറിഞ്ഞു വീണു. വടക്കാഞ്ചേരി ബ്ലോക്ക് ഓഫീസ് പരിസരത്താണ് കൂറ്റൻ പൊങ്ങുമരം മറിഞ്ഞു വീണത്. ഇരുചക്ര വാഹന യാത്രികർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. സമീപത്ത് നിർത്തിയിട്ടിരുന്ന ലോറിക്ക് മുകളിൽ മരം തട്ടി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കനത്ത മഴയിൽ അവിട്ടത്തൂരിൽ വീട് തകർന്നു. അവിട്ടത്തൂർ സ്വദേശി നാട്ടേക്കാടൻ തോമസിന്റെ ഓടിട്ട വീടാണ് തകർന്നത്. വീട്ടിൽ ആളുകളുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. ഇരിങ്ങാലക്കുട പൂമംഗലത്ത് ശക്തമായ കാറ്റിൽ വീടിന് മുകളിൽ മരം വീണു. കോമ്പാത്ത് അജിയുടെ വീടിന് മുകളിലാണ് മരം വീണത്. റോഡിന് കുറുകെയാണ് മരം വീണതെങ്കിലും ബൈക്ക് യാത്രക്കാർ അടക്കമുള്ളവർ രക്ഷപ്പെട്ടു. KECB ജീവനക്കാരെത്തി ലൈൻ ഓഫ് ചെയ്തു. തുടർന്ന് പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ മരം വെട്ടിമാറ്റി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് TCV.
കൊടുങ്ങല്ലൂർ കാഞ്ഞിരപ്പുഴയിൽ മണൽ വാരുന്നതിനിടയിൽ വഞ്ചി മറിഞ്ഞ് കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. മേത്തല പടന്ന പാലയ്ക്കപ്പറമ്പിൽ 38 വയസ്സുള്ള സന്തോഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മൃതദേഹം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. അപകടത്തിൽ കാണാതായ ഓട്ടറാട്ട് പ്രദീപിനായുള്ള തെരച്ചിൽ തുടരുകയാണ്. വെള്ളിയാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു സംഭവം. വഞ്ചിയിലുണ്ടായിരുന്ന മറ്റു 2 പേർ നീന്തി രക്ഷപ്പെട്ടു. ശക്തമായ കാറ്റും മഴയുമുള്ള സമയത്ത് കോട്ടപ്പുറം കോട്ടയിൽ പുഴയിൽ മണൽ വാരുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. ശക്തമായ കാറ്റിലും മഴയിലും തൃശൂർ ശങ്കരയ്യർ ജംഗ്ഷനിൽ ഷീറ്റ് മേഞ്ഞ വലിയ മേൽക്കൂര വീട്ടുവളപ്പിലേക്ക് നിലം പതിച്ചു. ആളപായമില്ല. ഒഴിവായത് വൻ അപകടം. വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് തൃശൂർ ശങ്കരയ്യർ ജംഗ്ഷനിലെ റിലയൻസ് സ്മാർട്ട് ബസാറിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന വലിയ ഇരുമ്പ് മേൽക്കൂര നിലം പതിച്ചത്. ദേവകി ഏജൻസി ഉടമ ശങ്കരയ്യർ ജംഗ്ഷൻ ഇടക്കുളത്തൂർ മോഹൻദാസിന്റെ വീടിന് മുകളിലേക്കാണ് ശക്തമായ കാറ്റിലും മഴയിലും ഷീറ്റുമേഞ്ഞ മേൽക്കൂര വീണത്. ഈ സമയം ഒരു ജീവനക്കാരൻ തെങ്ങിന് തടമെടുക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ഭാഗ്യം കൊണ്ടാണ് ഇയാൾ രക്ഷപ്പെട്ടത്. ഒരു 3:30 മണിക്ക് കാറ്റും മഴയൊക്കെ ഉണ്ടായി. ആ സമയത്ത് അത് പറന്നു വന്ന് ഇവിടെ വീണു. ഒരു പണിക്കാരുണ്ടായിരുന്നു. ആ പണിക്കാരൻ കുറച്ചകലെയായിരുന്നു. അയാളത് കണ്ടിട്ട് പിന്നെ മാറിപ്പോയി. അല്ല, അവരോട് പറഞ്ഞു. അപ്പോൾ അവരത് അതിൻ്റെ ഇതെന്താണെങ്കിൽ ചെയ്തു തരാൻ, നഷ്ടം എന്താണെങ്കിൽ ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുള്ള. ഇരുമ്പ് മേൽക്കൂര വീണ് തെങ്ങ്, വാഴ, ലൂബിക്ക എന്നിവയ്ക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഷീറ്റ് വീഴുന്ന സമയത്ത് ഒരു ജീവനക്കാരൻ ഇവിടെ തെങ്ങിന് തടമെടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഭാഗ്യം കൊണ്ടാണ് അയാളുടെ ജീവൻ രക്ഷപ്പെട്ടത്. വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായിട്ടുള്ളത്. ക്യാമറമാൻ ഷിബി പോട്ടോരിനോടൊപ്പം ശ്രീകേഷ് വള്ളാനിക്കര, TCV ന്യൂസ്. കനത്ത മഴയെ തുടർന്ന് കുന്നംകുളം അടുപ്പുട്ടി ഉരുളിക്കുന്നിൽ മണ്ണിടിഞ്ഞു. 15ഓളം വീടുകൾ അപകടഭീതിയിൽ. ഉയർന്നു നിൽക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിന് താഴെയാണ് 15ഓളം വീടുകൾ ഉള്ളത്. മണ്ണെടുത്തു മാറ്റാൻ സ്വകാര്യ വ്യക്തി തയ്യാറാണെങ്കിലും ജിയോളജി വകുപ്പിന്റെ അനുമതി ലഭിച്ചില്ല. മഴക്കാലമായാൽ ഈ വീട്ടുകാരിൽ കൂടുതൽ പേരും മാറി താമസിക്കാറാണ് പതിവ്. എന്നാൽ ഈ വർഷം പലർക്കും മാറി താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നിത്യവൃത്തിക്ക് പോലും വകയില്ലാത്ത പ്രായം ചെന്ന രോഗികളാണ് ഇവിടെ താമസിക്കുന്നവരിൽ കൂടുതൽ പേരും. വിവരമറിയിച്ചതിനെ തുടർന്ന് വില്ലേജ് ഓഫീസിൽ നിന്നും അധികൃതരെത്തി സംഭവസ്ഥലം പരിശോധിച്ചു. അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികളും കൗൺസിലർ ബിനു പ്രസാദും ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, കുന്നംകുളം. ദേശീയപാത ചാവക്കാട് തിരുവത്ര സർവീസ് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. മഴ കനത്താൽ ഇവിടെ വെള്ളക്കെട്ട് മൂലം വാഹനങ്ങൾ കടന്നുപോകുവാൻ കഴിയാത്ത സ്ഥിതിയാണ്. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും കരാർ കമ്പനി അധികൃതർ വെള്ളക്കെട്ട് പരിഹരിക്കാൻ നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപമുണ്ട്. നിലവിൽ വലിയ ഗർത്തമുണ്ടായതോടെ ദുരിതം ഇരട്ടിയായി. പല വാഹനങ്ങൾ കുഴിയിൽ വീണു അപകടത്തിൽപ്പെടുന്ന സ്ഥിതിയിലാണ്. ഇതേ തുടർന്ന് പുതിയറയിലെ നാട്ടുകാരായ 3 പേർ ചേർന്ന് കുഴിയിൽ കല്ലിട്ട് വാഹനങ്ങൾ കടന്നു പോകുവാനുള്ള സൗകര്യം ഒരുക്കി നൽകി. വെള്ളക്കെട്ടിനെ തുടർന്ന് പുലർച്ചെ മുതൽ യാത്രക്കാർക്ക് സഹായമായി ഇവരുണ്ടായിരുന്നു. പുതിയറയിലെ സർവീസ് റോഡ് പൊളിഞ്ഞു കിടക്കുകയാണ്. 2 വലിയ കുഴിയാണുള്ളത്. വണ്ടികൾ ബ്ലോക്കായിട്ട് ഞങ്ങൾ ഒരുപാട് കല്ലുകൾ പുലർച്ചെ 4 മണിക്ക് ഇടിഞ്ഞു തുടങ്ങിയത്. ഇതൊരുക്കും ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് വേണ്ടപ്പെട്ട അധികാരികൾ, ഹൈവേയുടെ അധികാരികൾ ഇതിന് എന്തെങ്കിലും അടിയന്തരമായി എന്തെങ്കിലും ചെയ്തേ പറ്റും. ഇല്ലെങ്കിൽ വളരെ അപകടകരം സംഭവിക്കും. 2 വട്ടം ചെയ്തതാണ്. എന്നിട്ടും ഇപ്പോൾ മഴക്കാലം വന്നപ്പോൾ റോഡാകെ പൊളിഞ്ഞു കിടക്കുകയാണ്. അതിന് ഹൈവേയുടെ അധികാരികൾ ഇതിന് അടിയന്തരമായി എന്തെങ്കിലും സംവിധാനം ചെയ്തേ പറ്റൂ. എങ്കിൽ വലിയ അപകടത്തിലേക്ക് ഇത് പോകും. ഇടവേള. KSFE നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പലിശ. 1 വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് 8.5% പലിശ. ചിട്ടിപ്പണം നിക്ഷേപമാക്കിയാൽ ഇപ്പോൾ 9% വരെ ഉയർന്ന പലിശ. മുതിർന്ന പൗരന്മാർക്കുള്ള വന്ദന നിക്ഷേപ പദ്ധതിക്ക് 8.75% പലിശ. 56 വയസ്സ് തികഞ്ഞാൽ തന്നെ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം. നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും ഗവൺമെന്റ് ഗ്യാരണ്ടി. ഇനി തന്നെ അടുത്തുള്ള KSFE ശാഖ സന്ദർശിക്കും. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. സ്വർണ്ണവിലയിൽ ടെൻഷൻ വേണ്ട കേട്ടോ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ട്. കല്യാണം ഇനി ഡബിൾ ധമാകയിൽ. മനസ്സിലായില്ലേ? അവിടുത്തെ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഇരട്ട ലാഭാണ്. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യാം, സ്വർണ്ണവില ബ്ലോക്ക് ചെയ്യാം. 25% മുതൽ 100% വരെ പണിക്കൂലിയിൽ ഇളവ് നേടാം. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ.
വാർത്തകളിലേക്ക്. തൃശൂർ കോർപ്പറേഷൻ സെക്രട്ടറിയെ കൌൺസിലർമാർ ഉപരോധിച്ചു. കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ മേൽക്കൂര റോഡിൽ പതിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. സമരത്തിന് പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ നേതൃത്വം നൽകി. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞാണ് ശക്തമായ കാറ്റിൽ കെട്ടിടത്തിന്റെ ഇരുമ്പ് മേൽക്കൂര റോഡിലേക്ക് പതിച്ചത്. കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി മേയർക്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി രാജൻ പല്ലൻ പറഞ്ഞു. കോർപ്പറേഷൻ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയാണ് അപകടത്തിന് കാരണമെന്ന് രാജൻ പല്ലൻ പറഞ്ഞു. മേൽക്കൂര തകർന്ന സംഭവത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് സെക്രട്ടറി കൌൺസിലർമാർക്ക് ഉറപ്പു നൽകി. സംഭവത്തിൽ റിപ്പോർട്ട് തേടാൻ സെക്രട്ടറി ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരുന്നു. മേയർ യോഗത്തിൽ പങ്കെടുത്തില്ല. തൃശൂർ കോർപ്പറേഷനിലെ വാടക കെട്ടിടത്തിലെ മേൽക്കൂര പറന്നുവീണ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ നിയോഗിച്ചതായി മേയർ അറിയിച്ചു. മേൽക്കൂര റോഡിൽ പതിച്ച സംഭവത്തിന് കാരണം ശക്തമായ കാറ്റാണ്. അതിനാലാണ് 4000 കിലോ ഭാരമുള്ള മേൽക്കൂര റോഡിൽ പതിച്ചത്. ഇത് നേരത്തെ ഇളകി നിൽക്കുകയായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ അടക്കമുള്ള സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കുമെന്നും മേയർ MK വർഗീസ് വ്യക്തമാക്കി. നഗരത്തിലെ കാലപ്പഴക്കം ചെന്ന 217 കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് മേയർ പറഞ്ഞു. അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങളുടെ ഉടമസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മേയർ പറഞ്ഞു. കാറ്റ് അങ്ങനെ തന്നെ എടുത്തു കൊണ്ടുപോയി മറുവശത്തുള്ള ജയ ബേക്കറിക്ക് സമീപമാണ് കൊണ്ട് ഇട്ടത്. ഭാഗ്യമെന്ന് പറയട്ടെ, യാതൊരു തരത്തിലുള്ള ആളപായം ഉണ്ടാകാത്തത് ഞാൻ ദൈവത്തിന് നന്ദി പറയും. കാരണം ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം. കാരണം നമുക്ക് അറിയാം, കാലവർഷം സന്ദർഭം വരും. പക്ഷേ കാറ്റ് തൃശ്ശൂരിനെ ഇത്രയധികം ഗൗരവത്തോടു കൂടി പട്ടണത്തിന്റെ നടുക്കിലുണ്ടായിട്ടുള്ളത് ഇതൊരു ആദ്യത്തെ അനുഭവം. എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന MO റോഡിനകത്താണ് ഈ സംഭവം നടന്നത്. വളരെ ഗൗരവമായി തന്നെ ഞാൻ അതിനെ കാണുന്നു. ഇവിടെ 217ഓളം ബിൽഡിങ്ങുകൾ ഇന്ന് ഈ പറയുന്ന ഒരു കാരണവശാലും നിലനിർത്താൻ പറ്റാത്ത വിധത്തിൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്നതുണ്ട്. പലവട്ടവും നമ്മൾ അത് ഇന്റിമേഷൻ കൊടുത്താലും ഇതുവരെ അതിന് നടപടിക്രമങ്ങൾ ഒന്നും പൂർത്തീകരിക്കാത്ത സാഹചര്യത്തിൽ കോർപ്പറേഷൻ തന്നെ നേരിട്ട് ആ പ്രവൃത്തിയിൽ ഇടപെടുകയും ചട്ടമനുസരിച്ച് കൗൺസിൽ അത് പാസ്സാക്കുകയും അതിനെ 3 ഘട്ടങ്ങളായി തിരിച്ച് അടിയന്തരമായി തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അപകടമുണ്ടായത്. എന്തായാലും ഇന്നലെ തന്നെ ഞാൻ സെക്രട്ടറിയെ വിളിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അടിയന്തരമായി തന്നെ ഇന്നലെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. പട്ടണത്തിനകത്തുള്ള ഇതുപോലെയുള്ള ഈ മഴക്കാലം അവസാനിക്കുന്നതിന് മുമ്പ് അപകടത്തിൽപ്പെടാവുന്ന വിധത്തിലുള്ള ഏതൊക്കെ ബിൽഡിങ്ങിന്റെ മുന്നിൽ ഇതുപോലെ ഡ്രസ്സുകളും അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ അടിയന്തരമായി തന്നെ അത് എടുത്തു മാറ്റാനുള്ള നടപടി ഉണ്ടാകണം. ദേശീയപാത കുരട്ടിയിൽ വൻ ഗതാഗത കുരുക്ക്. 10 കിലോമീറ്റർ ദൂരം താണ്ടാനെടുക്കുന്നത് 1 മണിക്കൂറിലധികം സമയം. കൊരട്ടിയിലെ ഗതാഗത കുരുക്കിൽ വാഹനങ്ങളുടെ നിര കിലോമീറ്ററുകളോളം നീളുകയാണ്. ഗതാഗത കുരുക്കഴിക്കാൻ ബദൽ പാതകളിലൂടെ ചെറുവാഹനങ്ങൾ തിരിച്ചുവിടാൻ ശ്രമിച്ചുവെങ്കിലും ഇത് ഫലം കണ്ടില്ല. തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് സാധാരണഗതിയിൽ 2 മണിക്കൂർ സമയമാണ് എടുക്കാറുള്ളത്. എന്നാൽ നിലവിൽ ഇത് 3.5 മണിക്കൂറിലധികം നീളുകയാണ്. കൊരട്ടി ചിറങ്ങര മേഖലയിൽ 10 കിലോമീറ്റർ ദൂരം കടക്കാൻ 1 മണിക്കൂറിലധികം സമയമെടുക്കുന്നുണ്ട്. ടോൾ നൽകിയിട്ടും ദുരിതയാത്ര ചെയ്യേണ്ടി വരുന്നതിൽ യാത്രക്കാർക്ക് പ്രതിഷേധമുണ്ട്. ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർ അർജുൻ പാണ്ഡ്യൻ ദേശീയപാത അതോറിറ്റിക്ക് കത്തെഴുതിയിരുന്നു. എന്നാൽ കുരുക്ക് ഒഴിവാക്കാനായില്ല. TCV ന്യൂസ്, തൃശൂർ. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത പട്ടിക്കാട് കല്ലിടുക്കിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. തൃശൂർ ദിശയിലേക്കുള്ള പാതയിലാണ് ഗതാഗത കുരുക്ക് രൂക്ഷമായിട്ടുള്ളത്. അടിപ്പാത നിർമ്മാണവും സർവീസ് റോഡിലെ കുഴികളുമാണ് കുരുക്ക് രൂക്ഷമാകാൻ കാരണം. തൃശൂർ കുന്നംകുളം സംസ്ഥാനപാതയിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. പടരുന്നത് കൊറോണ വൈറസിന്റെ ജനിതകമാറ്റം വന്ന വകഭേദം. കോവിഡ് പ്രതിരോധ വാക്സിൻ നൽകുന്ന പ്രതിരോധശേഷിയെ മറികടക്കുന്നതാണ് പുതിയ വകഭേദമെന്ന് വിദഗ്ധർ പറയുന്നു. മെയ് മാസത്തിൽ 3 ആഴ്ചയ്ക്കുള്ളിൽ 95 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ചുമ, തൊണ്ടവേദന, തലവേദന, ശരീരവേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. വയറിളക്കം, ഓക്കാനം പോലുള്ള ദഹന സംബന്ധമായ പ്രശ്നങ്ങളും ലക്ഷണങ്ങളാണ്. പുതിയ വകഭേദം തുടരുന്ന സാഹചര്യത്തിൽ മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. കോവിഡ് സ്ഥിരീകരിക്കുന്ന മുഴുവൻ സാമ്പിളുകളും ജനിതക ഘടന ശ്രേണീകരണം നടത്തണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ആരോഗ്യ ഡയറക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് സർക്കുലർ അയച്ചു. TCV ന്യൂസ്, തൃശൂർ.
പണ്ഡിറ്റ് കറുപ്പനോട് സാഹിത്യ അക്കാദമിക്ക് അവഗണനയെന്ന് ആരോപണം. ഇതിൽ പ്രതിഷേധിച്ച് പണ്ഡിറ്റ് കറുപ്പൻ ജന്മവാർഷിക ദിനാചരണം റോഡരികിൽ നടത്തി. ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനശാല ഭാരവാഹികളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പണ്ഡിറ്റ് കറുപ്പന്റെ ഫോട്ടോ അക്കാദമിയിൽ അനാച്ഛാദനം ചെയ്യണമെന്ന ആവശ്യം കാലങ്ങളായി അവഗണിക്കുകയാണ്. ചെലവ് വരുന്ന തുക വായനശാല ഭാരവാഹികൾ വഹിക്കാമെന്നും അറിയിച്ചിരുന്നു. എന്നാൽ സാഹിത്യ അക്കാദമി ചെവിക്കൊണ്ടില്ല. ജനപ്രതിനിധികളും ഈ ആവശ്യം ഉന്നയിച്ചെങ്കിലും പ്രയോജനമുണ്ടായിട്ടില്ല. വായനശാലയിൽ നിന്നും പണ്ഡിറ്റ് കറുപ്പിന്റെ ഫോട്ടോ എത്തിച്ച് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തുകയാണ് പതിവ്. പരിപാടിക്ക് ശേഷം ഫോട്ടോ തിരികെ കൊണ്ടുപോകും. ഇതിനൊരു മാറ്റം വേണമെന്നാണ് സാംസ്കാരിക പ്രവർത്തകരുടെ ആവശ്യം. പ്രതിഷേധ സൂചകമായി സാഹിത്യ അക്കാദമി കവാടത്തിന് പുറത്തു നടത്തിയ അനുസ്മരണത്തിൽ മുൻ MP TN പ്രതാപൻ അടക്കമുള്ളവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. തൃക്കൂർ കോനിക്കരയിൽ മദ്യം വാങ്ങി നൽകിയതിന്റെ പണം ആവശ്യപ്പെട്ടതിന്റെ വൈരാഗ്യത്തിൽ റോഡിലേക്ക് തള്ളിയിട്ടതിനെ തുടർന്ന് പരിക്കേറ്റയാൾ മരിച്ചു. കോനിക്കര സ്വദേശി വാഴപ്പറമ്പൻ വീട്ടിൽ 58 വയസ്സുള്ള ജോസാണ് മരിച്ചത്. കഴിഞ്ഞ 16-ാം തീയതി കോനിക്കര പാടത്ത് വെച്ചായിരുന്നു സംഭവം. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച ഉച്ചയ്ക്കാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് സുഹൃത്തിനെതിരെ കൊലപാതക കുറ്റത്തിന് കേസെടുത്തു. തൃക്കൂർ മുട്ടൻസ് കോർണർ സ്വദേശി തുണ്ടത്തിൽ വീട്ടിൽ റോയിയെ പുതുക്കാട് പോലീസ് മുൻപ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. മദ്യപിക്കുന്നതിനിടെ മദ്യത്തിന്റെ പണം ചോദിച്ചതിനെ തുടർന്നുണ്ടായ തർക്കത്തിനിടയിൽ റോഡിലേക്ക് ബലമായി തള്ളിയിട്ടതോടെ ജോസിന്റെ തലയൊട്ടി പൊട്ടുകയും തലയിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയും ആയിരുന്നു. പക്ഷേ ഈ വിഷയം പറയാതെ ജോസിനെ ഓട്ടോറിക്ഷയിൽ കയറ്റി വീട്ടിലെത്തിച്ചു. അടുത്ത ദിവസം രാവിലെ ഉണരാതെ വന്നതോടെയാണ് വീട്ടുകാർ ജോസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കൊച്ചി തുറമുഖത്തേക്ക് പോയ കൂറ്റൻ കപ്പൽ അറബിക്കടലിൽ ചെരിഞ്ഞു. MSC ലൈബീരിയൻ കപ്പലാണ് ചെരിഞ്ഞത്. കപ്പലിലെ 8ഓളം കാർഗോ കടലിൽ വീണു. അപകടകരമായ രാസവസ്തുക്കളുള്ള കണ്ടെയ്നറുകളാണ് കടലിൽ വീണത്. കൊച്ചി തീരത്ത് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാർഗോ തീരത്തടിഞ്ഞാൽ പൊതുജനങ്ങൾ തുടരുത് എന്ന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നേവിയും കോസ്റ്റ് ഗാർഡും സ്ഥലത്തെത്തി കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരെയും രക്ഷപ്പെടുത്തി. പേരകം വാഴപ്പുള്ളിയിൽ മരം മുറിക്കുന്നതിനിടെ തെങ്ങ് കടപുഴകി വീണ് ഒരാൾ മരിച്ചു. പട്ടാമ്പി സ്വദേശി വാസുവാണ് മരിച്ചത്. വാഴപ്പുള്ളി സ്കൂൾ പരിസരത്ത് പേരകം സ്വദേശി രാജന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ മാവ് മുറിച്ചു മാറ്റുന്നതിനിടയിൽ തൊട്ടടുത്ത തെങ്ങ് കടപുഴകി ദേഹത്തേക്ക് വീഴുകയായിരുന്നു. മരം മുറിക്കുന്ന യന്ത്രത്തിന്റെ ശബ്ദം മൂലം തെങ്ങ് കടപുഴകി വീഴുന്നത് അറിയാൻ സാധിച്ചില്ല. പിന്നീട് ചാവക്കാട് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. വീണ്ടും ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക്. പുരോഗതിയുടെ നവകേരളം സാധ്യമാക്കി 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികം. ഏപ്രിൽ 21 മുതൽ മെയ് 30 വരെ എന്റെ കേരളം. എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന യോഗങ്ങൾ, വിവിധ വകുപ്പുകൾ ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ, അറിയേണ്ടതും ഉപകാരപ്രദവുമായ പദ്ധതികൾ എന്നിവയുൾപ്പെട്ട ഒരാഴ്ച വീതം നീണ്ടു നിൽക്കുന്ന ജില്ലാതല പ്രദർശന, വിപണന, ഭക്ഷ്യ കായിക മേളകൾ, 6 സംസ്ഥാനതല യോഗങ്ങൾ, വികസന പദ്ധതികൾ സംബന്ധിച്ച മേഖലാ അവലോകന യോഗങ്ങൾ, കലാപരിപാടികൾ, പൊതുജനങ്ങൾക്കായി മിഴിവ്, ഷോർട്ട് വീഡിയോ മത്സരം. ഒത്തുചേരാം നാടിന്റെ ആഘോഷത്തിനായി. പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക്. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരികെ വാർത്തകളിലേക്ക്.
ആയുർവേദത്തിനെതിരെ നടക്കുന്ന സംഘടിത പ്രചരണങ്ങളെ ചെറുത്ത് തോൽപ്പിക്കണമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. തൃശൂരിൽ നടക്കുന്ന ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന വാർഷിക കൌൺസിലിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. ആയുർവേദത്തോട് ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് സർക്കാരിന്റേത്. ഇതിന് തെളിവാണ് ആയുർവേദ മേഖലയിൽ തന്നെ സർക്കാർ മികവിന്റെ കേന്ദ്രങ്ങൾ എന്ന ആശയത്തിന് തുടക്കം കുറിച്ചതെന്നും മന്ത്രി പറഞ്ഞു. റീജിയണൽ തിയേറ്ററിൽ നടന്ന സമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ CD ലീന അധ്യക്ഷത വഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ KM ജോസ്, ജനറൽ കൺവീനർ ഡോക്ടർ RV ആനന്ദ് എന്നിവർ പങ്കെടുത്തു. പാർശ്വഫലങ്ങളൊന്നുമില്ലാതെ പ്രകൃതിയുമായിട്ട് ഒത്തുവേദ ചികിത്സാ രീതി കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ പീഡനക്കേസുകളിൽ സ്ത്രീയെ അതിജീവിത എന്ന് വിശേഷിപ്പിക്കുന്നത് പോലെ പുരുഷന്മാരെ അതിജീവിതൻ എന്ന് വിശേഷിപ്പിക്കണമെന്ന് അഭിഭാഷകനും ആക്ടിവിസ്റ്റുമായ രാഹുൽ ഈശ്വർ. വ്യാജ പീഡന പരാതിയാണെന്ന് കണ്ടെത്തിയിട്ട് പോലും കോടതികൾ പരാതിക്കാരിയെ അതിജീവിത എന്ന് വിശേഷിപ്പിക്കുന്നത് തെറ്റാണ്. വനിതാ കമ്മീഷൻ, യുവജന കമ്മീഷൻ എന്നിവ പോലെ പുരുഷാവകാശ കമ്മീഷൻ നടപ്പിലാക്കുന്നതിനായി എൽദോസ് കുന്നപ്പള്ളി MLA തയ്യാറാക്കിയ സ്വകാര്യ ബില്ലിന് സ്പീക്കർ അനുമതി നൽകിയെങ്കിലും കൂടുതൽ ചർച്ചകൾക്കായി ബിൽ അവതരണം നീട്ടിവച്ചിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ കേരളത്തിലെ എല്ലാ MLA-മാരെയും കണ്ട് അവരുടെ പിന്തുണ ുമെന്നും രാഹുൽ ഈശ്വർ തൃശൂരിൽ പറഞ്ഞു. ബസ് തൊഴിലാളികളുടെ പ്രതിഷേധത്തെ തുടർന്ന് ആമ്പല്ലൂരിലെ അടിപ്പാതയിലൂടെ സ്വകാര്യ ബസ്സുകൾ കടത്തിവിട്ടു തുടങ്ങി. വരന്തരപ്പള്ളി, കല്ലൂർ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ബസ്സുകൾക്ക് തൃശൂരിലേക്ക് പോകാൻ പുതുക്കാടെത്തി തിരിയണമെന്ന നിർദ്ദേശത്തിനെതിരെ മേഖലയിലെ സ്വകാര്യ ബസ്സുകൾ 2 ദിവസമായി പണിമുടക്കിലായിരുന്നു. നിർമ്മാണം പൂർത്തിയായ അടിപ്പാതയിലൂടെ സ്വകാര്യ ബസ്സുകൾ കടത്തിവിട്ട് പ്രതിസന്ധി പരിഹരിക്കണമെന്നായിരുന്നു ബസ് ജീവനക്കാരുടെ പ്രധാന ആവശ്യം. ഇതോടെയാണ് അധികൃതർ ഇടപെട്ടത്. അപകടങ്ങളോ മറ്റ് പ്രതിസന്ധികളോ വന്നാൽ പുതിയ ഗതാഗത പരിഷ്കാരത്തിൽ മാറ്റം വരുത്തുമെന്നും നിലവിൽ 2 ദിവസത്തേക്ക് മാത്രമാണ് ബസ്സുകൾ കടത്തിവിടുക കരാർ കമ്പനിയും പോലീസും RTOയും പറയുന്നു. അതേസമയം ബസ്സുകൾ അടിപ്പാതയിലൂടെ പോകുന്നത് മൂലം സമയക്രമം പാലിക്കാൻ കഴിയുന്നുണ്ടെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു. മറ്റത്തൂർ പഞ്ചായത്തിലെ കാട്ടാനശല്യമുള്ള വനാതിർത്തി ഗ്രാമങ്ങളിൽ ABC വൈദ്യുതി ലൈൻ സ്ഥാപിക്കണമെന്ന ആവശ്യം എങ്ങുമെത്തിയില്ല. വൈദ്യുതി മന്ത്രി അടക്കമുള്ളവർക്ക് നിവേദനം നൽകി നാട്ടുകാർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. മറ്റത്തൂർ പഞ്ചായത്തിലെ വനാതിർത്തി ഗ്രാമങ്ങളായ ചൊക്കന, നായാട്ടുകുണ്ട്, ആദിവാസി ഉന്നതികളായ ശാസ്താംപൂവം, കാരിക്കടവ് എന്നിവിടങ്ങളിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന 11 kV HT ലൈൻ ABC കേബിൾ ലൈനാക്കി മാറ്റണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. വെള്ളിക്കുളങ്ങര സബ്സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്ററിലധികം വനത്തിലൂടെ വലിച്ചിട്ടുള്ള 11 kV ലൈൻ വഴിയാണ് ഇവിടങ്ങളിലേക്ക് വൈദ്യുതി എത്തുന്നത്. കാറ്റിലും മഴയിലും മരങ്ങൾ ഒടിഞ്ഞ് ലൈനിലേക്ക് വീഴുന്നതുമൂലം പലപ്പോഴും ഇരുട്ടിൽ കഴിയേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. ഈ കമ്പി തന്നെ ആകുമ്പോൾ ഭയങ്കര ക്ഷീണം വരാം. കാരണം ആനയുടെ ഭയങ്കര ശല്യമാണ് ഈ കോളനിയിൽ. ഞങ്ങൾ ഇതിക്ക് മുമ്പ് ഒരു പരാതിക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു കേബിൾ ലൈനായിട്ട് വരാനുള്ളത്. ഇത് നാളെ ഇതുവരായാലും അതിന് തീരുമാനമൊന്നുമില്ല. ആന വന്ന് ഈ മരങ്ങളൊക്കെ തട്ടി കളഞ്ഞെങ്കിൽ തന്നെ വൈദ്യുതി ഇതിലിപ്പോൾ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും KCBക്കാർക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ കോളനിക്ക് വേണ്ടി കേബിൾ ലൈനാക്കി തരാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കാട്ടാനശല്യം രൂക്ഷമായ കാരിക്കടവ് ഭാഗത്തേക്ക് വന്യമൃഗങ്ങളെ ഭയന്ന് രാത്രിയായാൽ ആരും യാത്ര ചെയ്യാറില്ല. ചൊക്കന കാരിക്കടവ് ലൈനിൽ തകരാറുണ്ടായാൽ 2 ആദിവാസി ഉന്നതികളും ചൊക്കനയിലെ തോട്ടം തൊഴിലാളികളുടെ പാടികളും നായാട്ടുകുണ്ടിലെ 100ഓളം കുടുംബങ്ങളും ഇരുട്ടിലാകും. കാട്ടാനശല്യമുള്ളതിനാൽ അറ്റകുറ്റപ്പണികൾക്കായി രാത്രിയിൽ ഇവിടെ എത്താൻ വൈദ്യുതി വകുപ്പ് ജീവനക്കാരും ഭയപ്പെടുകയാണ്. ചെറിയ കാറ്റോ മഴ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കറണ്ട് പോവുകയും അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് KCBയുടെ ഭാഗത്തുനിന്ന് വരാൻ വളരെ താമസം ഉണ്ടാവുന്നുണ്ട്. വന്യമൃഗങ്ങളെ പേടിച്ച് ഈ പ്രദേശത്തെ ആൾക്കാരും വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങാൻ പോലില്ലാത്ത സ്ഥലമാണ്. അതുപോലെ KCBയുടെ ആളുകൾ പേടിച്ചിട്ടാണ് ഈ ഭാഗത്തേക്ക് വരാത്തത്. നമ്മുടെ ഈ ലൈൻ കമ്പി മാറ്റി കേബിളാക്കി കൊടുക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കറണ്ടിന് ശാശ്വത പരിഹാരമാവുമെന്നാണ് ഈ പ്രദേശം ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം. മൊബൈൽ ഫോണിന് പൊതുവെ റേഞ്ച് കുറവായ ഇവിടെ വൈഫൈ മുഖേനയുള്ള ഇന്റർനെറ്റ് ഉപയോഗപ്പെടുത്തിയാണ് പുറം ലോകത്തുള്ളവരുമായി ബന്ധപ്പെടുന്നത്. വൈദ്യുതി നിലച്ചാൽ ഇതിനും കഴിയാതെ വരും. വൈദ്യുതി ലൈനിൽ മരങ്ങൾ വീണ് രാത്രിയിൽ കറണ്ട് പോകുന്നത് വിദ്യാർത്ഥികളുടെ പഠനത്തെയും ബാധിക്കുന്നു. കറണ്ട് പോണ കാരണം ഞങ്ങൾക്ക് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഈ കമ്പി മാറ്റിയിട്ട് ഞങ്ങൾക്ക് കേബിളാക്കി തരണം. ഈ മേഖലയിലെ HT ലൈൻ കേബിൾ ലൈൻ ആക്കിയാൽ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും. മരം വീണ് കമ്പികൾ പൊട്ടുന്നത് പോലെ എളുപ്പത്തിൽ കേബിൾ ലൈൻ പൊട്ടില്ല. ഇതിനുള്ള അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് വനാതിർത്തി ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരുടെ ആവശ്യം. TCV ന്യൂസ്, കൊടകര. തകർന്ന റോഡിൽ മേയർക്ക് പുഷ്പഹാരം ചാലഞ്ചുമായി കൌൺസിലർ. കിഴക്കമ്പാട്ടുകര ഈസ്റ്റ് പൈപ്പ് ലൈൻ റോഡിൽ കൂടി യാത്ര ചെയ്യാൻ മേയറെ വെല്ലുവിളിക്കുകയാണ് കൌൺസിലർ ജോൺ ഡാനിയൽ. റോഡിൽ കൂടി യാത്ര ചെയ്താൽ മേയറെ പുഷ്പഹാരം അണിയിച്ച് സ്വീകരിക്കുമെന്ന് ജോൺ ഡാനിയൽ പറഞ്ഞു. 1.5 വർഷം മുൻപ് കുടിവെള്ള പൈപ്പ് ലൈനിന് വേണ്ടി കുഴിച്ച റോഡിനാണ് ദുർഗതി. റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഞായറാഴ്ച പ്രദേശവാസികൾക്കൊപ്പം പ്രതിഷേധിക്കുമെന്ന് കൌൺസിലർ ജോൺ ഡാനിയൽ പറഞ്ഞു.
ആധാരമെഴുത്ത് അസോസിയേഷന്റെ ജില്ലാ വനിതാ സമ്മേളനം തൃശൂരിൽ സംഘടിപ്പിച്ചു. ടൗൺഹാളിൽ നടന്ന സമ്മേളനം സബ് ജഡ്ജ് സരിത രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ സംസ്ഥാന വനിതാ ജോയിന്റ് കൺവീനർ KR സൗമ്യ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് KG ഇന്ദു കലാകാരൻ, സെക്രട്ടറി A ലക്ഷ്മി, വനിതാ കൺവീനർ P ശാരദ തുടങ്ങിയവർ സംബന്ധിച്ചു. വിദ്യാഭ്യാസ അവാർഡുകളും സാന്ത്വന സഹായ വിതരണവും നടന്നു. വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി വിജ്ഞാന സദസ്സും സംഘടിപ്പിച്ചിരുന്നു. നോക്കേണ്ടതുണ്ട്. അപ്പോൾ പഴയ നമ്പറുകളായിരുന്നു, അതായത് ഓൾഡ് ലെറ്റർ. നിങ്ങൾക്ക് 2, 3 പണ്ടത്തെ ലെറ്റർ ആണെങ്കിൽ 1, 2, 3 എന്നുള്ളത് മലയാളം പോലെയൊക്കെയാണ് എഴുതുന്നത്. തൃശൂർ ലിറ്റററി ഫോറവും ചേറൂർ സാഹിതി സാംസ്കാരിക കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിച്ച 5ാമത് സാംസ്കാരിക സംഗമവും പുരസ്കാര വിതരണവും നടന്നു. അക്ഷരീയം എന്ന പേരിൽ സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന പരിപാടി പ്രൊഫസർ MK സാനു ഉദ്ഘാടനം ചെയ്തു. ലിറ്റററി ഫോറം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യൂസഫ് അലി കേച്ചേരി സ്മാരക പുരസ്കാരം ഡോക്ടർ J പ്രമീള ദേവിക്കും, CP പോൾ ചുങ്കത്ത് സ്മാരക സാഹിത്യ പുരസ്കാരം ജോളി ചിറയത്തിനും, KP ബാലചന്ദ്രൻ സ്മാരക സമഗ്ര സംഭാവന പുരസ്കാരം ശ്രീകാന്ത് കോട്ടയ്ക്കൽ, മോഹൻദാസ് പാറപ്പുറത്ത് എന്നിവർക്കും സമ്മാനിച്ചു. സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ, സാഹിത്യകാരന്മാരായ വൈശാഖൻ, SK വസന്തൻ, ഡോക്ടർ PV കൃഷ്ണൻ നായർ, കവി ഡോക്ടർ C രാവുണ്ണി, ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ, മുരളി പാറപ്പുറം, ചെറുകഥാകൃത്ത് രഘുനാഥൻ, CR ദാസ്, സെബാസ്റ്റ്യൻ ജോസഫ്, ഗായത്രി കലാനിലയം MT രത്നമ്മ, ജയരാജ് വാര്യർ തുടങ്ങിയവർ പങ്കെടുത്തു. 7 പുസ്തകങ്ങളുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. തുടർന്ന് ഗാനസന്ധിയും അരങ്ങേറി. അപകടത്തിൽ പരിക്കേറ്റ് തൃശൂരിലെ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന യുവതി ചികിത്സാ സഹായം തേടുന്നു. ചികിത്സയ്ക്ക് പണം സ്വരൂപിക്കുന്നതിനായി കോട്ടപ്പുറം നവമി കലാകായിക വേദി ആക്രി ചാലഞ്ച് നടത്തി. കോട്ടപ്പുറം ചീരോത്ത് വീട്ടിൽ ഉദയന്റെ മകളായ കീർത്തന മെയ് 17 പുലർച്ചെ വിയൂർ പാലത്തിന് സമീപം വെച്ചാണ് അപകടത്തിൽപ്പെട്ടത്. മേക്കപ്പ് ആർട്ടിസ്റ്റായ കീർത്തന ജോലി കഴിഞ്ഞ വീട്ടിലേക്ക് സ്കൂട്ടറിൽ വരുന്ന വഴിക്ക് എതിരെ വന്നിരുന്ന ലോറി ഇടിക്കുകയായിരുന്നു. ഭീമമായ ചികിത്സാ ചിലവാണ് കീർത്തനയ്ക്ക് ആവശ്യമായി വരുന്നത്. നവമി ക്ലബ്ബ് പ്രസിഡന്റ് PK അഭിജിത്ത്, സെക്രട്ടറി CB ആദിത്യൻ എന്നിവർ ധനസഹായത്തിനുള്ള ആക്രി ചലഞ്ചിന് നേതൃത്വം നൽകി. കീർത്തനയെ സഹായിക്കാൻ സന്മനസ്സുള്ളവർ 9846764736 എന്ന ഗൂഗിൾ പേ നമ്പറിലോ പണം അയക്കാവുന്നതാണ്. TCV ന്യൂസ്, എരുമപ്പെട്ടി. പാലപ്പള്ളിയിലെ വൈറൽ മൈതാനത്ത് കായിക മന്ത്രി എത്തി. വരന്തരപ്പള്ളി പഞ്ചായത്തിന് കളിക്കളം നിർമ്മിക്കാൻ 1 കോടി രൂപ നൽകുമെന്ന് മന്ത്രി അറിയിച്ചു. സ്ഥലം കണ്ടെത്തി നൽകിയാൽ വരന്തരപ്പള്ളി പഞ്ചായത്തിന് കളിക്കളം നിർമ്മിക്കാൻ 1 കോടി രൂപ നൽകുമെന്ന് കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ പറഞ്ഞു. കിക്ക് ഡ്രഗ്സ് സേ യെസ് ടു സ്പോർട്സ് പദ്ധതിയുടെ ഭാഗമായി സോഷ്യൽ മീഡിയയിൽ തരംഗമായ പാലപ്പള്ളിയിലെ മൈതാനിയിൽ എത്തിയതായിരുന്നു മന്ത്രി. കേരളത്തിന്റെ സൗന്ദര്യം മുഴുവൻ പ്രകടമാകുന്ന ഈ പുൽമൈതാനം കായിക കേരളത്തിന്റെ അഭിമാനമാക്കി മാറ്റുമെന്നും കൂടുതൽ മത്സരങ്ങൾ പാലപ്പള്ളിയിലെ മൈതാനിയിൽ സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കുട്ടികളെയും യുവാക്കളെയും കായിക രംഗത്തേക്ക് അടുപ്പിക്കാൻ കായിക വകുപ്പ് കൂടുതൽ പദ്ധതികൾ തയ്യാറാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പാലപ്പള്ളിയിലെ പുൽമൈതാനം ഡ്രോണിൽ പകർത്തി വൈറലാക്കിയ കൊടകര ഉളുമ്പത്തുകുന്ന് സ്വദേശി ഋഷികേഷിനെ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് മന്ത്രി നയിച്ച മിനിസ്റ്റേഴ്സ് 11-ഉം പാലപ്പള്ളി ഗ്രൗണ്ട് 11-ഉം തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരവും അരങ്ങേറി. മത്സരത്തിൽ പാലപ്പള്ളി ഗ്രൗണ്ട് 11 വിജയിച്ചു. TCV ന്യൂസ്, പുതുക്കാട്. സംസ്ഥാന സർക്കാർ സർവ്വതല സ്പർശിയായി വികസനം കാഴ്ചവെച്ചതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ R. ബിന്ദു പറഞ്ഞു. 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് തൃശൂരിൽ സംഘടിപ്പിച്ച എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ സമാപന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ വികസനത്തിനായി കൈകോർത്ത് മുന്നേറാമെന്ന് മന്ത്രി പറഞ്ഞു. നവംബർ 1 മുതൽ കേരളം ദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറുമെന്നും മന്ത്രി പറഞ്ഞു. ദേശീയവാദ വികസനം വഴിമുട്ടിയ കാലത്ത് അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്തിയ സ്ഥലം ഏറ്റെടുത്ത് നൽകിയതും 5000 കോടി രൂപ നൽകിയതും സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനും ദേശീയപാതയുടെ അവകാശം ഉന്നയിക്കാനാകുമെന്നും DPR അട്ടിമറിച്ചില്ലെങ്കിൽ അത് ചൂണ്ടിക്കാട്ടണമെന്നും മന്ത്രി പറഞ്ഞു. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ ഓൺലൈനിലൂടെ അധ്യക്ഷത വഹിച്ചു. VR സുനിൽകുമാർ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ADM T. മുരളി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PK വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. പിന്നെ യാത്ര തിരിച്ച് കൊച്ചിയുടെ ഓഫ്ഷോറിൽ അനുബന്ധിച്ചുള്ള പരിപാടികൾ സംഘടിപ്പിച്ചത്. വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ തങ്ങളുടെ പദ്ധതികളെ അവതരിപ്പിച്ചുകൊണ്ട് നിലയിലാണ് സംഘടിപ്പിക്കപ്പെട്ടത്.
2 ദിവസം നീണ്ടു നിൽക്കുന്ന വാര്യർ സമാജം കേന്ദ്ര വാർഷിക സമ്മേളനത്തിന് ഇരിങ്ങാലക്കുടയിൽ തുടക്കമായി. സമാജം കേന്ദ്ര പ്രസിഡന്റ് പി കെ മോഹൻദാസ് പതാക ഉയർത്തി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു. സമാജം കേന്ദ്ര പ്രസിഡന്റ് പി കെ മോഹൻദാസ് അധ്യക്ഷനായിരുന്നു. വി മുരളീധര വാര്യർ, കെ വി ഗിരീശൻ, കെ സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പുരുഷനോട്ടത്തിന്റെ ആർത്തിയും ഹിംസയും സ്ത്രീയുടെ തിരിഞ്ഞുനോട്ടത്തിൽ തകർന്നടിയുന്ന പ്രമേയവുമായി സംവിധായിക ഷിംന ഒരുക്കിയ വെൻ ഷീ സ്റ്റേയേഴ്സ് എന്ന ഹ്രസ്വ സിനിമ ശ്രദ്ധേയമായി. ചിത്രത്തിന്റെ പ്രിവ്യൂ തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടന്നു. മന്ത്രി ആർ ബിന്ദു മുഖ്യാതിഥിയായിരുന്നു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ, സംവിധായിക ഷിംന തുടങ്ങിയവർ സംസാരിച്ചു. ചിത്രത്തിന്റെ ഛായാഗ്രഹണം ഫൗസിയ ഫാത്തിമയും സംഗീതം ബിജിവാലുമാണ് നിർവഹിച്ചിട്ടുള്ളത്. ഇരുവൃക്കുകളും തകരാറിലായ യുവാവ് തുടർ ചികിത്സയ്ക്ക് സുമനസ്സുകളുടെ സഹായം തേടുന്നു. ചാഴൂർ കോലോത്തുംകടവ് സ്വദേശി 39 വയസ്സുള്ള സജിത് കുമാറാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത്. സജിത്തിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ വൃക്ക മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത്. സ്വകാര്യ ബസ് തൊഴിലാളിയായിരുന്ന സജിത്തിന് അസുഖത്തെ തുടർന്ന് ജോലിക്ക് പോകാൻ കഴിയാതായി. ഇതേ തുടർന്ന് അമ്മയും സജിത്തുമടങ്ങുന്ന കുടുംബത്തിന്റെ ഏക വരുമാന മാർഗവും നിലച്ചു. 40 ലക്ഷം രൂപ ചെലവ് വരുന്ന വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും പണം കണ്ടെത്തുന്നതിനായി നാട്ടിക MLA CC മുകുന്ദൻ രക്ഷാധികാരിയും വാർഡംഗം ഗിരിജൻ പൈനാട്ട് ചെയർമാനുമായി കമ്മിറ്റി രൂപീകരിച്ചു. സജിത്തിനുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നതിന് കനറ ബാങ്കിന്റെ പഴുവിൽ ശാഖയിൽ സഹായ സമിതിയുടെ പേരിൽ 110238072410 എന്ന നമ്പറിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. TCV ന്യൂസ്, തൃപ്രയാർ. തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിൽ കൃഷ്ണനാട്ടം തുടരുന്നു. 3-ാം ദിനത്തിൽ രാസക്രീഡ അരങ്ങേറി. ഈ മാസം 29 വരെ നടത്തുന്ന സമ്പൂർണ്ണ കൃഷ്ണനാട്ടം ക്ഷേത്ര നടപ്പുരയിലാണ് നടക്കുന്നത്. CRPF 57-ാം ബറ്റാലിയനിൽ നിന്ന് വിരമിച്ച സേനാംഗങ്ങളുടെ കൂട്ടായ്മ തൃശൂർ പേൾ റീജൻസിയിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. CRPF റിട്ടയർഡ് IG T ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ കൺവീനർ PK ബാലഗോപാലൻ അധ്യക്ഷനായിരുന്നു. കോർഡിനേറ്റർ T ഗോപിനാഥൻ, AA ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറി. നമ്മളോട് എനിക്ക് നല്ലോണം അറിയാം. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,990 രൂപ, പവന് 71,920 രൂപ, വെള്ളി ഗ്രാമിന് 110 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,728 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കാലവർഷമെത്തിയതോടെ മഴ കനക്കുമെന്ന മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിൽ ഞായറാഴ്ച ഓറഞ്ചും തിങ്കളാഴ്ച റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു. ഖനന പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു. ജാഗ്രത പാലിക്കണമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. ജില്ലയിൽ ശക്തമായ കാറ്റിന്റെ മഴയിലും വിവിധയിടങ്ങളിൽ വ്യാപക നാശം. കൊടുങ്ങല്ലൂർ കാഞ്ഞിരപ്പുഴയിൽ വള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു. ഒരാളെ കാണാതായി. കുന്നംകുളം അടുക്കൂട്ടി ഉരുളിക്കുന്നിൽ മണ്ണിടിഞ്ഞു. 15ഓളം വീടുകൾ അപകടഭീതി. തൃശൂർ കോർപ്പറേഷൻ സെക്രട്ടറിയെ UDF കൗൺസിലർമാർ ഉപരോധിച്ചു. കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ മേൽക്കൂര റോഡിൽ പതിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ അന്വേഷിക്കുമെന്ന് മേയർ. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന് സെക്രട്ടറി. ജില്ലയിലെ ദേശീയപാതകളിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. ദേശീയപാതയിലെ നിർമ്മാണ പ്രവൃത്തികളും കുഴികളും ഗതാഗതക്കുരുക്കിനിടയാക്കും. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. പടരുന്നത് കൊറോണ വൈറസിന്റെ ജനിതകമാറ്റം വന്ന വകഭേദം.
പണ്ഡിറ്റ് കറുപ്പനോട് സാഹിത്യ അക്കാദമിക്ക് അവഗണനയെന്ന് ആരോപണം. ജന്മവാർഷിക ദിനാചരണം റോഡരികിൽ നടത്തി പ്രതിഷേധിച്ചു. തൃക്കൂർ കോനിക്കരയിൽ മദ്യം വാങ്ങി നൽകിയതിന്റെ പണം ആവശ്യപ്പെട്ടതിന്റെ വൈരാഗ്യത്തിൽ റോഡിലേക്ക് തള്ളിയിട്ടതിനെ തുടർന്ന് പരിക്കേറ്റയാൾ മരിച്ചു. കോനിക്കര സ്വദേശി ജോസാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട സുഹൃത്തിനെതിരെ കൊലപാതക കുറ്റത്തിന് കേസെടുത്തു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.